സോ മെയിൻലി നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ് IELTS ഇല്ലാതെ ഒറ്റ കൺട്രിയിൽ നമുക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി പറ്റില്ല. എനിക്കൊക്കെ പറഞ്ഞാൽ IELTS ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇത്ര സ്കോറിന് താഴ്ത്തുണ്ടെങ്കിൽ ഒറ്റ യൂണിവേഴ്സിറ്റിയിലും കയറ്റില്ല, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ IELTS ഇല്ലാതെ പോകാൻ പറ്റുന്ന വേറെ കൺട്രീസോ അല്ലെങ്കിൽ IELTS അല്ലാതെ അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വേറെ വല്ല കോഴ്സസുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് IELTS ഇല്ലാണ്ട് പോകുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഓക്കെ. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നത് IELTS എന്താണെന്നാണ്. IELTS പറയുന്ന ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റമാണ്. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് IELTS എന്ന് പറയുന്നത്. അപ്പോൾ IELTS ഇല്ലാതെ പോകാൻ പറ്റുന്ന രാജ്യം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലേക്ക് ഓടിയെത്തുന്ന UK ആണ്. നമ്മുടെ +2 നമുക്ക് ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മേ ബി ഒരു 70 above 75 above ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും, നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന MOI വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻസ് നേടാം. വിസയ്ക്കൊന്നും പ്രശ്നമില്ല, കാരണം ആ കൺട്രിയുടെ റൂൾ പ്രകാരം അവർക്ക് IELTS വേണ്ട. ഓക്കെ. അതിന് പുറമെ ഫ്രാൻസിൽ നമുക്ക് IELTSന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ചില യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, പിന്നെ സ്വീഡൻ, ഇവിടെ നമുക്ക് IELTSന് ആവശ്യമില്ല. പക്ഷെ ജനറലി IELTS വേണം. ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പോൾ UK തന്നെ പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും IELTS ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. ചില കോഴ്സുകൾക്ക് ഇപ്പോൾ പാരാമെഡിക്കൽ പോലത്തെ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക് ചില കോഴ്സുകൾക്ക് അവർ IELTS ചോദിക്കുന്നത് നല്ല, കാരണം കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്, മനസ്സിലായി. അപ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് IELTS എടുക്കുന്നത്. അപ്പോൾ IELTS ഒരിക്കലും ഒരു വലിയൊരു സംഭവമല്ല, ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു ഹെർക്കുലർ ടാസ്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു എക്സാം ആണ്, ഒരു ടെസ്റ്റിംഗ് സിസ്റ്റം മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് IELTSന് പുറമെ നമുക്ക് വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്, പ്രൊഫഷണൽസ് എക്സാംസ് ഉണ്ട്. ലൈക്ക് PT നേടണം, Pearson Test for English PT. ഇപ്പോൾ പല രാജ്യങ്ങളിലും പല യൂണിവേഴ്സിറ്റികളും PT അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് IELTS മാറി PT എടുക്കുന്നത്, കാരണം കുറച്ചും കൂടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് കാര്യങ്ങൾ, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കമ്പയർ ടു IELTS പഠിക്കാൻ എളുപ്പമാണ് PT. അപ്പോൾ കുട്ടികൾ PT എടുക്കുന്നത്. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും PT അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കൺട്രീസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡ്, അയർലൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഈവൻ UK ചില യൂണിവേഴ്സിറ്റി ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് PT എന്ന് പറയുന്നത്. ഇനി അതല്ല, അതിന് പുറമെ പിന്നെ TOEFL കേട്ടിട്ടുണ്ടാവും. TOEFL എടുക്കുന്ന കുട്ടികളുണ്ട്, അതെടുത്ത് പോവാം, കുഴപ്പമില്ല, വേർഡ് അക്സെപ്റ്റ് ആണ്. പിന്നെ വേറൊരു എക്സാമാണ് ഡുലിംഗോ എന്ന് പറയുന്നത്. ഡുലിംഗോ നമ്മൾക്ക് ഇപ്പോൾ അയർലൻഡ് പോലത്തെ കൺട്രീസിലൊക്കെ നല്ലോണം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ UKയിലും ചില യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ്. നമുക്ക് IELTS ഇല്ലാതെയും പോവാം, പക്ഷെ എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി തീർച്ചയായിട്ടും നമുക്ക് IELTS നല്ലതാണ്. അപ്പോൾ ഒരു പഠിക്കാൻ പാടുന്ന ചിന്തിക്കുന്നത് വേണ്ട, അത് നമ്മുടെ ഫ്ലോയിൽ പൊക്കോളും, പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. വലിയൊരു സംഭവം കണക്കാക്കരുത് തന്നെ. നമ്മളതൊരു എന്താ പറയുക, ഒരു ലാംഗ്വേജിന് വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതൊന്നും പഠിച്ചെടുക്കാന്നുള്ള ഒരു അല്പം സമയം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് പോകാം. ഇല്ലാതെയും പോകാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ വരുന്നൊരു കൺസേൺ ആണ്, ഇപ്പോൾ പഠിച്ചിട്ട് അവിടെ ഞാൻ പോയി, അവിടെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈമിൻ്റെ ഒക്കെ എങ്ങനെയൊക്കെ ലൈക്ക് സംടൈംസ് ചില സ്റ്റഡി അബ്രോഡൊക്കെ പറയുന്ന കേസുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ പാർട്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്നുള്ളത്. പിന്നെ അവിടെ പോകുമ്പോൾ ലൈക്ക് ആ ഒരു വിവരം തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് ടൈമിൻ്റെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ക്ലാസ് വരുന്നുണ്ടായിരിക്കുക, വീക്ക്ലി 1 or 2 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ രാവിലെ തൊട്ട് ലൈക്ക് കണ്ടിന്യൂസ് ക്ലാസ്സസോളം വരുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് ടൈം ജോബ് എടുക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയയിൽ പാർട്ട് ടൈം ജോബ് എടുത്താലും എനിക്ക് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും പാർട്ട് ടൈമിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന കൺട്രീസിൽ വരുമ്പോൾ? ബേസിക്കലി ഒരു സ്റ്റഡി അബ്രോഡ് എടുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, കുട്ടികൾ പറയുന്നത് പഠിക്കുന്നതിന്റെ ഒപ്പം ഏൺ ചെയ്യാം, ഏൺ വൈൽ ലേണിംഗ്. ഓക്കെ, ആ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആയി തുടങ്ങിയിട്ടില്ല. പല കുട്ടികൾ പോകുന്നുണ്ട്, പക്ഷെ വളരെ വിരളമായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് അങ്ങനെ ഒരു പാർട്ട് ടൈം ചെയ്ത് ഇവിടെ നാട്ടിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സ്റ്റഡി അബ്രോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ പഠിക്കേണ്ട ഒപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തത്. അത് എത്ര മണിക്കൂർ എന്നുള്ളത് ഓരോ കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു ജനറലൈസ്ഡ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, സ്റ്റഡി വിസയിൽ നിൽക്കുന്ന സമയത്ത് ഒരു 20 hours പെർ വീക്ക് ലീഗലി നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ലീഗൽ വർക്ക് ഞാൻ പറഞ്ഞു, ലീഗലി നമുക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാ കൺട്രീസും കൊടുക്കുന്നുണ്ട്. ചില കൺട്രിയിൽ അത് 24, ഇപ്പോൾ കാനഡ പോലത്തെ കൺട്രീസ് ചില സമയത്ത് 24 hours കൊടുക്കുന്നുണ്ട് ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക്. നിങ്ങൾ നേരെ വെക്കേഷൻ സമയത്തേക്ക് മാറണം. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻസ് ബ്രേക്സ് വരാം, ആ സമയത്ത് നമുക്ക് 40 hours വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ UK, അയർലൻഡ് പോലത്തെ കൺട്രീസും വർക്ക് ചെയ്യാം. പിന്നെ ഓസ്ട്രേലിയയിൽ അൺലിമിറ്റഡ് ആയിട്ട് ഈ വെക്കേഷൻ സമയത്ത് വർക്ക് ചെയ്യാനുള്ള, ഇത് 40 മണിക്കൂർ എന്നല്ല, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി സ്വീഡൻ എടുക്കുകയാണെങ്കിൽ സ്വീഡനിൽ പാർട്ട് ടൈം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, 20 hours കൺസേൺ ഇല്ല. നിങ്ങൾക്ക് പഠിക്കാൻ്റെ ഒപ്പം എത്ര സമയം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്ര സമയം വർക്ക് ചെയ്യാം. അപ്പോൾ ഓരോ കൺട്രീനെ ബേസ് ചെയ്ത് വേരി ചെയ്തിരിക്കും പാർട്ട് ടൈം. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ പൊതുവെ എല്ലായിടത്തും സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ 20 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നേരത്തെ പറഞ്ഞ കൺസേൺ പല ഏജൻസിലും പറയുന്നുണ്ട്, പാർട്ട് ടൈം ഞങ്ങൾ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു.
ഡെഫിനറ്റ്ലി അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ജെറി സജിക്കർ വഴിക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ബോധി പറയുകയാണെങ്കിൽ ഞങ്ങൾ പല കുട്ടികൾക്കും പാർട്ട് ടൈം അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻസ് വാക്ക് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ എംപ്ലോയറുടെ മുമ്പിലേക്ക് ഇപ്പൊ മോണിക്ക പോയിരിക്കുമ്പോൾ ഞാൻ ജെറീസ് പറഞ്ഞ് വന്നിട്ട് വരുന്ന ആളാണെന്ന് പറഞ്ഞ ഒരിക്കലും അവരെടുക്കില്ല. പണ്ടത്തെ പടത്തില് പറയുന്ന പോലെ ഞാൻ ഇന്നാള് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ സ്കില്ലാണ്. നമ്മുടെ എംപ്ലോയറിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ അവർക്ക് തോന്നണം യു ഹാവ് സ്കിൽ ഫോർ ദിസ് ജോബ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി മോണിക്കനെ അവർ എടുക്കും, ജോബ് തരും. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും റെഫറൻസ് പറയുന്നുണ്ട്, എടാ എൻ്റെ ആളാണ്, വേണ്ടപ്പെട്ട ആളാണ്, അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പുറത്തെ രാജ്യങ്ങളിൽ ഒരു ജോലിക്ക് പാർട്ട് ടൈം എന്നല്ല ഒരു ജോലിക്ക് നടക്കില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആണ് എല്ലാം. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് എംപ്ലോയറിനെ നല്ലൊരു കൺവിൻസ് നോളജ് ഉണ്ടോ, ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. ഈ പാർട്ട് ടൈമിന് പോകുമ്പോൾ നോളജ് അല്ല വരുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു മാറ്ററാണ്. അപ്പോൾ കുട്ടികൾ പറയാറുണ്ട് നമ്മൾ ഫ്രഷായിട്ട് പോകണം, ഇവിടുത്തെ പഠിച്ചിറങ്ങി പോകണം, പിള്ളേർ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ പാർട്ട് ടൈം കിട്ടുന്നുള്ളൂ? പാർട്ട് ടൈം പൊതുവേ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബാസ്കിൻ റോബിൻസ്, KFC അതുപോലെ സ്ഥലങ്ങളിൽ, പിന്നെ ചില കേസുകളിൽ റെസ്റ്റോറൻറ്റ്സിൽ, അതിൽ ബാക്ക് കിച്ചണിലൊക്കെ നമുക്ക് പോർട്ടർ പോലത്തെ വർക്ക്സ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അവേർലി പേ നല്ലോണം ഉണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ഒരു മണിക്കൂറിന് 1000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പേ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വർക്ക് ഒരു മോശം വർക്കാന്ന് ഒരിക്കലും കാണുന്നത്. എല്ലാ വർക്കിനും അതിനെ പിന്നെ ഒരു പുച്ഛാണ് മൊത്തത്തില്. അവിടെ പോയിട്ട് പാത്രം കഴിക്കാൻ പഠിക്കാൻ മെയിൻ റീസൺ ഈ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോൾ മോണിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം, മോണിക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് മോണിക്ക് KFC വർക്ക് ചെയ്യാൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിനാ കുട്ടി ഇതിൽ പോകുന്നത്, എന്താ ആവശ്യമുണ്ടോ ഈ കുട്ടിക്ക് ഓൾറെഡി വീട്ടിൽ സാമ്പത്തികം ഉള്ളതാണോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാവും. ഈ ഒരു സംഭവം ഒന്നും പുറത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ നോക്കണം, ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും പോയി പുറത്തു പോയി എന്ത് പണി ചെയ്താലും കിട്ടും. പക്ഷെ പണി കിട്ടണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി സ്കില്ലൊരു ഫാക്ടറാണ്. ഇനിയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിക്കാം. എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആരും ജോലി തരാണ്ടിരിക്കില്ല. കാരണം നിങ്ങളുടെ റെസ്യൂമിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കിൽസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എനിക്ക് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുണ്ട്, അതൊന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. നമുക്ക് നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് സംസാരിച്ച് ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമുക്ക് അയർലൻഡിൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കമീൽ എന്നൊക്കെ പറഞ്ഞിട്ട് തായ് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു ജോബ് വേക്കൻസി വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ആരെങ്കിലും കുട്ടികൾ റെഫർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ്, എനിക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൽ അവരുടെ കാലിബറുള്ള കുട്ടികളുണ്ട്, സംസാരിക്കാൻ പേടിയില്ല, നല്ല ധൈര്യമായിട്ട് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെന്നൊക്കെ എൻ്റെ നമുക്ക് ഒരുമാ അറിയാൻ പറ്റും, കുട്ടികളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3-4 പേരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് പാർട്ട് ടൈം ആയണ്ടായില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് ഞാൻ തരുന്നു, നിങ്ങളത് പോയി ഒന്ന് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുക, അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അതിൽ ഒരാൾക്ക് ജോബ് കിട്ടി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ വളരെ ഭംഗിയായിട്ട് ആളെ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, സംസാരിച്ചു. ആൾ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്തു. എന്നോട് എംപ്ലോയർ, എൻ്റെ ഫ്രണ്ടാണ്, എംപ്ലോയർ പറഞ്ഞ കാര്യം എന്നുള്ളത് അതിൽ വളരെ ഭംഗിയായിട്ട് ആളുടെ സ്കില്ല് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കില്ലൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ കസ്റ്റമറായിട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും എക്സ്പീരിയൻസ് വേണ്ട എന്നല്ല പറഞ്ഞത്, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പാർട്ട് ടൈം കിട്ടുന്നില്ല. അപ്പോൾ പാർട്ട് ടൈം ചെയ്യാൻ മനസ്സാണ് നമുക്ക്. ഞാൻ എപ്പോഴും പറയും, നമുക്കൊരു പണിയെടുക്കാനുള്ള മനസ്സെന്ന് പറഞ്ഞ് പറയില്ല, നമ്മൾ വളരെ കൊളോക്കിൽ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് പാർട്ട് ടൈം കിട്ടും. നമ്മൾ ഇന്ന പണി ചെയ്തു മോശമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. പിന്നെ പല ആളുകളും പറയുന്ന ഒരു മിത്താണ് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫീസ്, കോളേജ് ഫീസും കാര്യങ്ങളൊക്കെ അതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ ചെയ്യുന്നത് ആ ഒരു എമൗണ്ടോട് ഫീസ് അടയ്ക്കാന്നുള്ളത്. പക്ഷെ എനിക്ക് ലൈക്ക് എന്തോ ഒരു ഡൈജസ്റ്റ് ആവാത്ത പോലത്തെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നും എന്തായാലും ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടില്ലല്ലോ. സോ ബാക്കിയുള്ള എല്ലാ പിള്ളേരും ഇപ്പോൾ ഫിനാൻഷ്യലി ഇത്തിരി ഡൗൺ ആയി നിൽക്കുന്ന പിള്ളേരായാലും പറയുന്നതായാലും, അല്ലെങ്കിൽ ഞാനൊരു കൺസൾട്ടൻസിയിൽ പോയിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന സെയിം കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ ഇപ്പോൾ പറ്റുന്നില്ലെങ്കിലും ആ കുട്ടി പാർട്ട് ടൈമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോകുന്നത്, പാർട്ട് ടൈമിന് വേണ്ടിയിട്ടല്ല പോകുന്നത്. സോ അങ്ങനെ ആവുമ്പോൾ അത് ക്ലാഷ് ആവില്ലേ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മൈൻഡിലുണ്ട്. അത് വളരെ റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമ്മുടെ 100% ട്യൂഷൻ ഫീസ് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 hours നമ്മൾ ആഴ്ചയിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. എല്ലാ കോളേജും എല്ലാ യൂണിവേഴ്സിറ്റിയും മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യാൻ ക്ലാസ് ഉള്ളതല്ല, വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ ചില യൂണിവേഴ്സിറ്റി ചില കോഴ്സുകളൊക്കെ
ഫുൾ ടൈം ഉണ്ട്, മേ ബി ഒരു 6 hours ഒക്കെ പോണ ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി കോളേജസ് ഉണ്ട്. നൈറ്റ് ക്ലാസ്സുകളൊക്കെ നടത്തുന്ന വേരി ചെയ്യും, നമുക്ക് വീക്കിലി നമ്മുടെ ടൈം ടേബിൾസ് വേരി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നമുക്കൊരു ഫുൾ ടൈം 20 hours കിട്ടിയെന്ന് വരില്ല പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ഒരു 16 hours അല്ലെങ്കിൽ 16 to 18 hours ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വീക്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മന്ത് നമുക്കൊരു മേ ബി ഒരു ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു 70,000 രൂപ എന്നൊരു ആവറേജ് ചിന്തിക്കാം നമുക്ക്. അതിന് മുകളിൽ കിട്ടുന്നവരുണ്ട് കേട്ടോ, ഞാനൊരു ആവറേജ് കണക്ക് പറഞ്ഞാണ്. അതിന് മുകളിലേക്ക് ഉറപ്പാണ് കിട്ടും, മുകളിലേക്കും കിട്ടുന്നുണ്ട് താഴത്തേക്കും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ജീവിത ചെലവ് ആവറേജ് നമുക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഈ ഒരു 70,000 താഴെ എമൗണ്ട് നമുക്കിവിടെ സ്പെൻഡ് ആവും. അപ്പോൾ നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ ചിലവാക്കി പോകാനാണ് നമുക്ക് ഇനീഷ്യലി പറ്റുള്ളൂ. ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കേസല്ല പറഞ്ഞത്. സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ കിട്ടുന്നത് റിയാലിറ്റിയാണ്. നമ്മൾ ഒരിക്കലും എക്സാസറേറ്റ് ചെയ്ത് പറഞ്ഞ് കുട്ടികളെ ഒരു ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുന്ന പരിപാടി ജെറീസ് എഡ്യൂക്കേഷനില്ല, നമുക്കില്ല. ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു, കാരണം നമ്മൾ കണ്ട കാര്യങ്ങൾ, ഞാൻ പല രാജ്യങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ട എക്സ്പീരിയൻസ് കൊണ്ടും കേട്ട പല എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ സ്റ്റുഡൻസും പുറത്ത് പോയിട്ട് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. കാരണം ഇത്ര മണിക്കൂർ കിട്ടുന്നില്ല. അപ്പോൾ റിയാലിറ്റി നമുക്ക്, പക്ഷെ നമ്മുടെ കാര്യം നടന്നു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ലോൺ എടുത്ത് പോകുന്ന കുട്ടികളുണ്ട്, ചെറിയൊരു എമൗണ്ട് ലോണിലേക്ക് അടച്ചു പോകുന്നുണ്ട്. മേ ബി ഒരു 10,000 രൂപ ആയിരിക്കാം ഒരു മാസം, പക്ഷെ ഒരു വർഷം ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് ഒരു അതിന്റെ വലിയൊരു ഇതിനെ ബാധിക്കാണ്ട് അവരെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ പതുക്കെ കുറേശ്ശെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമ്മൾ പഠിക്കണ സമയത്ത് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമ്മുടെ ഫീസ് അടയ്ക്കാന്നുള്ളൊരു മിഥ്യാധാരണയോട് ആരും പോകരുത്. മേ ബി ചില കുഞ്ഞ് കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ ഫീസ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. പക്ഷേ വലിയൊരു രാജ്യങ്ങളിൽ ഇപ്പോൾ അയർലൻഡ്, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ പോലത്തെ കൺട്രിയിൽ നമുക്ക് അങ്ങനെ ഒരു പാർട്ട് ടൈം ചെയ്ത് അടയ്ക്കാൻ പറ്റും എന്നുള്ളത് അത്രത്തോളം ഫീസിബിൾ. പക്ഷേ വെക്കേഷൻ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് 40 hours ഒരു വീക്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് കിട്ടുന്ന പൈസ പേയ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ വെക്കേഷനൊന്നും നാട്ടിലേക്ക് വരണം, അതായത് നമുക്ക് കിട്ടുന്ന വിസ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ വന്നു പോകാൻ സാധിക്കുന്ന വിസയാണ്. അപ്പോൾ ടിക്കറ്റിന്റെ പൈസ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ഇപ്പോൾ 3 മാസം 2 മാസം അല്ലെങ്കിൽ 4 മാസം വരെയൊക്കെ വെക്കേഷൻസ് അല്ലെങ്കിൽ സമ്മർ ബ്രേക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട് യൂണിവേഴ്സിറ്റികളിൽ. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഈ 40 hours വർക്ക് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ അൺലിമിറ്റഡ് വർക്ക് ഓപ്പർച്യൂണിറ്റികൾ ചില കോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് 40 hours ഒക്കെ വീക്കിലി വർക്ക് ചെയ്തുകൊണ്ട് അവർ നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കും കയ്യിൽ. അങ്ങനെ അവരുടെ കടങ്ങളും കാര്യങ്ങളും വീട്ടാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റഡി അബ്രോഡ് എടുത്ത് പോയിട്ട് നമ്മുടെ ഫീസ് അടയ്ക്കാന്നുള്ള ധാരണയല്ല, പറ്റില്ല എന്ന് പറയുന്നത് 100% കുഞ്ഞൊരു എമൗണ്ട് നമുക്ക് മേ ബി ഒരു 30-40% ഒക്കെ നമുക്ക് ഫീസിന്റെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കിടക്കുന്ന കുട്ടികളുണ്ടോ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാണ്ട്. അപ്പോൾ ഇനീഷ്യലി എപ്പോഴും ഞാൻ പറയുന്നത് ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ എത്തിയതിലേക്കാണ്. പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ഒത്തിരി കുട്ടികൾ പഠിക്കാനായിട്ട് പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, പല ടൈപ്പ് കുട്ടികൾ, പല സ്കിൽസ് ഉള്ള കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഈസി അല്ല. പക്ഷെ എന്നാലും ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാർട്ട് ടൈം പാർട്ട് ടൈം അത്ര വലിയ ഹെർക്കുലർ ടാസ്ക് ഒന്നുമല്ല പാർട്ട് ടൈം കിട്ടാന്ന് പറയുന്നത്. പക്ഷെ പല റീലുകളിലും പല വീഡിയോകളിലും ആൾക്കാർ പറയുന്ന പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ പല സമയത്തും കുട്ടികളെ പല രീതിയിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും കുട്ടികൾ എൻ്റെ പോയ കുട്ടികൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പാർട്ട് ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സാണ് ഇത് പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ മുമ്പിൽ വന്ന കുട്ടികളോട് പറയും, നിങ്ങൾ പഠിക്കാൻ പോകണ്ടപ്പോൾ എന്തായാലും പാർട്ട് ടൈം ചെയ്യാൻ പോണതാണ്, നിങ്ങൾക്ക് പണിയെടുക്കാൻ മനസ്സുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സുണ്ടെങ്കിൽ മക്കൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഉറപ്പായിട്ട് രക്ഷ. കാരണം നമ്മൾ പോണത് ഇവിടുന്ന് ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ഇത്ര രൂപ ശമ്പളം ഉള്ളൂ, നമുക്ക് ഇതിൽ കൂടുതലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ബീയിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് കൂട്ടണം, നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു വരണം എന്ന് വെച്ചാൽ പോകണം. അപ്പോൾ പണിയെടുക്കാൻ മനസ്സെങ്കിൽ ഉറപ്പായിട്ട് രക്ഷ. ലിവിങ് എക്സാംസ് ഒരുപാട് പേരുണ്ട് എൻ്റെ ഇവിടെ നിന്ന് പോയിട്ട് ജോലി പാർട്ട് ടൈം ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് വീടും ഒക്കെ വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അവരുടെ ലൈഫ് സെറ്റിൽ ആയ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രൗഡ് മൊമെന്റ്. കാരണം പലപ്പോഴും കുട്ടികൾ വിളിച്ച് പറയും, നമ്മൾ ക്ഷണിക്കും, ഇൻവൈറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ കാണാനൊക്കെ വരും, വെക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കാണാൻ വരുന്നുണ്ട് കുട്ടികൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ എന്തിനാണ് പൈസ നിങ്ങളെ കളയണം, നമുക്കതിൻ്റെ അല്ല സാർ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ കറക്റ്റായിട്ട് സാറ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എത്താൻ പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ അസിസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് തന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ മറ്റുള്ളവരുടെ ഒരു സന്തോഷം, വേറെ ഹ്യൂമൻ ബീങ് രക്ഷപ്പെട്ടു പോയല്ലോ മനസ്സിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഇതാണ് പാർട്ട് ടൈമിൽ റിയലിസ്റ്റിക് ഉള്ള കാര്യങ്ങൾ. ഒരിക്കലും നമ്മൾ അങ്ങനെ കിട്ടും ഇങ്ങനെ ഭയങ്കരമായ പൈസ സമ്പാദിക്കാന്ന് ഒരിക്കലും പോലും. പക്ഷെ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ വർക്ക് പീസിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി 40 hours വർക്ക് ചെയ്യാം,
നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സാലറി ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കുക, ഓർക്കുക, നമ്മുടെ സ്കില്ലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്തുക. അത് നമ്മൾ വളരെ കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള പേയ്മെന്റും കിട്ടും. നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് എൻ്റെ പിന്നെ വരുന്ന ഒരു സജഷൻ ആണ് ലൈക്ക് മോർ ലൈക്ക് ഇപ്പോൾ പുറത്ത് നാട്ടിലൊക്കെ മലയാളി കമ്മ്യൂണിറ്റീസ് കുറേ പേരുണ്ടല്ലോ. സോ ഐ തിങ്ക് ഇപ്പോൾ കുറേ പേർക്കൊന്നും ഇതിങ്ങനെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കേസ് കൂടി അറിയാതെ കുറേ പിള്ളേർ അവിടെ ലൈക്ക് സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് ലൈക്ക് ലാറ്റ്വിയയിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവന് ആക്ച്വലി ഇങ്ങനെ മലയാളി കമ്മ്യൂണിറ്റി ഉള്ള കേസ് നമ്മൾ അറിയത്തില്ല. സോ അങ്ങനെ ഒരു ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഗൈഡ് ചെയ്തിട്ട് വിടാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സംതിങ് നമ്മൾ ഈ സ്റ്റഡി അബ്രോഡാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ആയിരിക്കും, റൈറ്റ്? പിന്നെ മെയിൻലി ഉള്ളത് ഈ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റീസ് കൊണ്ട് ഈ കുട്ടികൾക്ക് എന്തായിരിക്കും ഉപകാരം ഉണ്ടായിരിക്കും? മെയിൻലി ഒരു സപ്പോർട്ടിലല്ലാതെ രാദർ ദാൻ ആഫ്റ്റർ ഓൾ എന്തായിരിക്കും വേറെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് കുട്ടികൾക്ക് അറിയില്ല. പല കുട്ടികൾക്ക് അറിയില്ല. ഇവന്ന് ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് അവനോട് അറിയില്ല മലയാള കമ്മ്യൂണിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടോ. പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കഴിവുന്നത് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ട കഴിവ് വേണം. നമുക്ക് എല്ലാവരായിട്ടും വളരെ ഇന്ററാക്ട് ചെയ്യണം, നെറ്റ്വർക്കിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇൻട്രോവേർട്സിന് പോവാം, അങ്ങനെ ഇൻട്രോവേർട്സിന് പോവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ നാട്ടിൽ നിന്നും പറിച്ചു നടപ്പെടാണ് വേറെ രാജ്യത്തേക്ക് നടന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോടും പാരൻസിനോടും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യത്തെ ഒരു 3 to 4 മാസം എന്ന് പറയുന്നത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഈ 3 വാക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? ഫിസിക്കലി നമ്മൾ അഡാപ്റ്റ് ആവണം, മെന്റലി അഡാപ്റ്റ് ആണ്, ഇമോഷണലി ആ ഒരു വാക്കാണ് ഇമ്പോർട്ടൻ്റ്. ഇമോഷണൽ നമുക്ക് ഒരു ഹോം സിക്നസ് ഒക്കെ നമുക്ക് എല്ലാവരും എനിക്കൊക്കെ ഭയങ്കര ഹോം സിക്നസ് ആണ്. മാറി നിൽക്കാന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം നമുക്ക് പറഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ പ്ലസ് 2 കഴിഞ്ഞ കുട്ടികളൊക്കെ ആകുമ്പോൾ 12 വർഷം 14 വർഷം പിന്നെ ഒരു പ്രായവും അതേപോലത്തെ ഒരു പ്രായം കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ സെയിം അവസ്ഥ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ട്രോമാസ് ഒക്കെ ഞാൻ കണ്ടിട്ട് കുട്ടികളിൽ. അപ്പൊ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, നിങ്ങൾ ആളുകളായിട്ട് സംസാരിക്കുക. മലയാളീസ് കമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ബോർഡിലെ കുട്ടികളെയൊക്കെ പലപ്പോഴും പല കമ്മ്യൂണിറ്റീസിലും അവർ ജോയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ചില റിലീജിയസ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കാത്തലിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ ചില സ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെ ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇന്റർനാഷണൽ യൂത്ത് കമ്മ്യൂണിറ്റി ഉണ്ട് കാനഡയിലൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ മെയിൻ ഹെഡായിട്ട് നിൽക്കുന്നത്, ഇന്റർനാഷണൽ യൂത്ത് കമ്മ്യൂണിറ്റിയുടെ ഹെഡായിട്ട് നിൽക്കുന്ന. അവർ എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച ആളാണ്, അവൻ കാനഡയിൽ സെറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടികളെ ഇടയ്ക്ക് ഗ്യാദർ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി വിളിച്ചു കൂട്ടി ഗ്യാദറിംഗ് വെച്ച് വിളിച്ച് കൂട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് കുട്ടികളെ. കാരണം നമ്മൾ പോയ കുട്ടികൾക്ക് അവിടെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിൽ ജോയിൻ ചെയ്യുക. ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡബ്ലിനിൽ താമസിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഡബ്ലിനിലെ മലയാള അസോസിയേഷൻ ഉണ്ട്, ലെമറിക്കിലുണ്ട്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ രാജ്യത്തും മലയാളീസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാറ്റ്വിയ പോയ ഫ്രണ്ട് ഉണ്ട്, മലയാളീസ് ഉണ്ട്, ഇല്ലാത്ത അവസ്ഥയില്ല. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഇപ്പൊ റിലീജിയസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റ് വൈസുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം, ഓണാഘോഷം, ഇപ്പൊ കേരളത്തെ കുറിച്ച് പറയാനുള്ള ഓണാഘോഷമൊക്കെ സമയങ്ങളിൽ ഇതെല്ലാം ഒത്തുകൂടുന്നുണ്ട്. ജനറിക് ആയിട്ട് പറയുന്നത് ക്രിസ്മസ്, അല്ലെങ്കിൽ ഇപ്പൊ ഹോളി പോലത്തെ ആഘോഷം. ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഹോളി സമയത്തൊക്കെ ഒത്തിരി പേര് കമ്മ്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ ട്രോമ അതിൽ നിന്നൊക്കെ നമുക്ക് മാറാം. കാരണം നമുക്കൊരു നമ്മളെ പോലെ തന്നെ ഫാമിലി അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരേപോലെ നിൽക്കുമ്പോൾ നമ്മൾ മറക്കും, അത് മറന്നുപോയി. പിന്നെ ലൈക്ക് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ വീക്കിലി ട്വൈസ് ഓർ ത്രൈസ് വന്നാലും ബാക്കിയുള്ള ടൈം നമ്മൾ ഒന്നെങ്കിൽ പാർട്ട് ടൈമിൽ സ്പെൻഡ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കും. ആ വീട്ടിലിരിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് മാറി കിട്ടാൻ മച്ച് ബെറ്റർ ആയിരിക്കും, നമുക്ക് സഹായിക്കും. പിന്നെ മാത്രമല്ല മെയിൻ കാര്യം ഒരു അക്കോമഡേഷൻ അസിസ്റ്റൻസ് നമ്മൾ താമസിക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് മാറി താമസിക്കണം എന്നിരിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ കുട്ടികൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് സഹായിക്കും. പിന്നെ ചില കമ്മ്യൂണിറ്റീസ് പാർട്ട് ടൈമിനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ, വേക്കൻസി കാണുമ്പോൾ അവരത് കമ്മ്യൂണിറ്റി പബ്ലിഷ്. അപ്പം ഇതൊക്കെ നെറ്റ്വർക്കിംഗ് എന്ന സംഭവം. അപ്പം ഞാൻ പറയാം, ഒരിക്കലും നേരത്തെ മോണിക്ക പറഞ്ഞ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കരുത്. ഇൻട്രോവേർട്ടിനും പുറത്തേക്ക് പോകും, പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഇൻട്രോവേർട്ടായി നിൽക്കാണ്ട് നല്ല സോഷ്യൽ ആയിട്ട് നിൽക്കുക. കാരണം മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ, അങ്ങനെ പറയണം. അപ്പൊ നമ്മള് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് അഡാപ്റ്റബിൾ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ തന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴും ഉണ്ടാവും. കാരണം നമുക്കൊരു 2-3 മാസം അല്ലെങ്കിൽ 3-4 മാസം നമ്മൾ ജോലിക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ കഴിവുകൾ മാത്രമല്ല, നമ്മുടെ കഴിവുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് മറ്റുള്ളവരും ഡിപ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ളവർ മാത്രമാണ് ഈ സ്റ്റഡി അബ്രോഡ് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് എപ്പോഴും പറയാറ്. ഇനി
എബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് ടോപ്പ് കൺട്രീസ് ഏതൊക്കെയായിരിക്കും? then എന്തുകൊണ്ടായിരിക്കും അവരൊരു ആ ഒരു ടോപ്പ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക? ഐ തിങ്ക് മെയിൻ 1-2 ഇഷ്യൂസ് ലൈക്ക് കേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ സ്റ്റേ ബാക്കുകളായിരിക്കാം, അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ ലൈക്ക് സ്കോളർഷിപ്സുകളായിരിക്കാം. സോ ഏത് കാറ്റഗറി ആയിരിക്കും ലൈക്ക് ബെസ്റ്റ് കൺട്രീസിനെ ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഓക്കെ, സ്റ്റഡി അബ്രോഡിൽ അങ്ങനെ ഒരു ബെസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞ് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല. ഞാൻ കാരണം എല്ലാവരും കൂടി UK സൂപ്പർ കൺട്രി പറയാൻ പറ്റില്ല. എല്ലാ കൺട്രീസിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റേ ബാക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ UK, അയർലൻഡ്, ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസ് 2 വർഷം മുതൽ മുകളിലോട്ട് 3 വർഷം വരെ അതിലും മുകളിലും സ്റ്റേ ബാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ കൺട്രീസാണ് അത്. ചെറിയ ഷെങ്കൻ കൺട്രീസിലേക്ക് പോകണം. ഇപ്പോൾ ജർമ്മനി എടുക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നമുക്ക് 1.5 ഇയേഴ്സ് ആണ് സ്റ്റേ ബാക്ക് വരുന്നത്. പഠിത്തം കഴിഞ്ഞിട്ട് UG യിലും PG യിലും 1.5 വർഷം സ്റ്റേ ബാക്ക് ഉള്ളത്. അപ്പോൾ മറ്റു കൺട്രീസൊക്കെ 6 മാസം കുറവാണ്. അതിലും കുറവായ കൺട്രീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രാൻസ് പോകണമെങ്കിൽ 1 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നുള്ളൂ. ചില കേസ് 2 ഇയർ കിട്ടുന്നുണ്ട്. ലൈക്ക് പഠിച്ചിട്ട് തിരിച്ചു വരാം, ഇത്ര ഇയർ മാത്രം സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. അതിനുള്ള ജോലി ഇപ്പൊ ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ 6 months സ്റ്റേ ബാക്ക് ഉള്ളൂ. അപ്പൊ ആ 6 മാസത്തിനുള്ളിൽ നമ്മളൊരു ജോലി കണ്ടെത്തണം. പക്ഷെ അത് ഭയങ്കര ഹെക്ടിക് ആയിരിക്കും, അതിന്റെ പ്രഷർ കൂടുതലായിരിക്കും. കിട്ടോ കിട്ടില്ല എന്നുള്ള ടെൻഷനും കൂടി വരുന്നുണ്ട്. അതാ പറഞ്ഞ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിൽ വെക്കണം. കാരണം നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടെ നിൽക്കാം. പിന്നെ നമുക്കൊരു പ്രഡിക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇമിഗ്രേഷൻ റൂൾസ് മാറുകയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് കാനഡ പോലത്തെ കൺട്രീസിലൊക്കെ ഐ തിങ്ക് ഒരു 5 years സംതിങ് എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കട്ട് ഷോർട്ട് ചെയ്തിട്ട് പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത് PSW എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയും. അതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നില്ല, സ്റ്റുഡൻസ് നിൽക്കാൻ പറ്റുന്നില്ല, സ്റ്റേ ബാക്ക് പീരീഡ് ഇല്ല, എടുത്ത് കളയുന്നില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്ന കൺട്രി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് അനുയോജ്യമായ കോഴ്സ് എവിടെയാണോ നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്സ്, നല്ല സ്കോളർഷിപ്സ് ഒക്കെ പല യൂണിവേഴ്സിറ്റീസ് കോളേജസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഏതാണോ പറ്റുന്നത്, നമ്മുടെ ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം, നേരത്തെ പറഞ്ഞ ഫാമിലിയുടെ കാര്യങ്ങൾ, ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അരിയേഴ്സും സപ്ലൈ എക്സാംസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു 6 month ഡ്യൂറേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എഴുതിയെടുക്കും വേണം. പിന്നെ കൂടെ ജോലി നോക്കും വേണം. പക്ഷെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാതെ ജോലി കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ സംഭവം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. പഠിക്കാൻ തന്നെ നമ്മൾ സ്റ്റഡീസിന്റെ പർപ്പസാണ് പോണേ. പക്ഷെ ലൈക്ക് മെയിൻലി പിള്ളേർ പോകുന്നത് അപ്പൊ പഠിക്കാൻ പോകുന്ന കാര്യം ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അവർ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർബക്സ്, ബാസ്കിൻ റോബിൻസ് അങ്ങനെയൊക്കെ പോകുന്നത്. അതൊക്കെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നടക്കില്ല. കാരണം നമുക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കാണ്ട് നമ്മുടെ PSW നേരത്തെ പറഞ്ഞ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അതിലേക്ക് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് പിള്ളേർ ചെയ്യുന്നതാണ് അവിടെ സിറ്റിസിനെ കല്യാണം കഴിക്കാന്നുള്ളത്. അതൊക്കെ ഒരു പണ്ടത്തെ ചിന്തകളും മിത്തുമായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനൊന്നുമല്ല, പഠിക്കാൻ പോയാൽ പഠിക്കണം, പഠിച്ചു തീർക്കണം. നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ ആ സ്റ്റിപ്പുലർ ടൈമിൽ പഠിച്ച് കോഴ്സ് എടുത്ത് തീർത്ത് എല്ലാം എഴുതി നമ്മുടെ ഫൈനൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് അതുകൊണ്ട് ഇന്ന കൺട്രി ഞാൻ പറയുന്നില്ല മോണിക്ക. നമുക്ക് നമ്മുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്ട് നോളജ്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എന്താണോ അത് എവിടെ കിട്ടുന്നോ അതിനെ ബേസ് ചെയ്ത് പോവുക. മാത്രമല്ല ഇപ്പോൾ ജർമ്മനിയൊക്കെ ഈ റീസെന്റ് അപ്ഡേറ്റ് പ്രകാരം ഒരു വർഷം അവർക്ക് 2,88,000 ആളുകളെ ഒരു വർഷം സ്കിൽഡ് ലേബേഴ്സിന് ഷോർട്ടേജ് ഉണ്ട് അവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ജർമ്മനി നല്ലൊരു ട്രെൻഡിങ് കൺട്രിയാണ്. പക്ഷെ എല്ലാവർക്കും സ്യൂട്ട് ആവില്ല അത്. അതെ, എല്ലാവർക്കും ആ ഒരു സ്കിൽ ഉണ്ടാവണമെന്നില്ല. ബിടെക് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അപ്പോൾ ബിടെക്കിൽ നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക്, ഈവൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക്, IT മേഖലയിലൊക്കെ നല്ല സ്കോപ്പുള്ള കൺട്രിയാണ് ജർമ്മനി എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ നോക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കാൻ പോയി. എന്നിട്ട് മറ്റുള്ളവർക്ക് മോശമാണെന്നെല്ലാം പറഞ്ഞത്, അവർക്കും നല്ല കൺട്രി. ഇപ്പോൾ അക്കൗണ്ടിങ് ഫിനാൻസ് ബന്ധപ്പെട്ടെടുക്കുകയാണെങ്കിൽ UK നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന കൺസൾട്ടൻസ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളൊരാളെ ഒരിക്കലും നമുക്ക് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും കൂടുതൽ കമ്മീഷൻസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടാൻ ശ്രമിക്കാറില്ല. അവർക്ക് എന്താണോ അവരുടെ ടേസ്റ്റിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് അവർക്ക് കൊടുക്കുക. ആൻഡ് അത് അവർക്ക് അഫോർഡബിൾ ആണോ കൂടി നോക്കും നമ്മൾ. അങ്ങനെയുള്ള കാര്യം നോക്കി കൊടുക്കാൻ പറ്റുന്ന കൺസൾട്ടൻസിനെ മാത്രം ചൂസ് ചെയ്യുക. അതിൽ ജെറീസ് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്ന ഒരു കൺസൾട്ടൻസി. കാരണം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കുട്ടികളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി, പാരൻസിൻ്റെയും ഇഷ്ടങ്ങളെ മനസ്സിലാക്കി, അവരുടെ എല്ലാ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കോഴ്സും കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞപ്പോൾ, ജെറീസിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ മെയിനിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇവർ ഈ മെഗാ എന്താ പറയുക സെമിനാർ പോലെ നടത്തിയിട്ട് എല്ലാ പിള്ളേരും ഇങ്ങനെ സ്റ്റഡി അബ്രോഡിലേക്ക് ലൈക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും സ്റ്റഡി അബ്രോഡ് പോകുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. സോ ലൈക്ക് മെയിൻലി എന്താ വെച്ചാൽ ഈ സ്റ്റഡി അബ്രോഡുകാർ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം, സ്റ്റേ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് സെറ്റ് ചെയ്ത് തരാം, ഈ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ചെയ്താലായിരിക്കും ഇത്രയും പീക്ക് കൂടുതൽ, ഈ ബാക്കിയുള്ളവർ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി
പോയി അത്രയും നല്ലതായിരിക്കില്ല. മോർ ഓവർ എല്ലാവരും നല്ല ജനറലി കുറച്ച് പേരെന്നൊക്കെ പറയുന്നത് അവർക്കൊരു കമ്മീഷൻ ബേസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിക്ക് കൊണ്ടുനടക്കുന്ന കുറേ പേരാണ് ഉള്ളത്. സോ എന്താണ് ജെറി സാർ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ? ലൈക്ക് ആഫ്റ്റർ ഓൾ വി ഷുഡ് ബി ടേക്ക് ഇറ്റ് ആസ് എ സർവീസ് ഓർ ലൈക്ക് എ ബിസിനസ്? എങ്ങനെയാണ്? അൾട്ടിമേറ്റ്ലി എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാനായാലും അല്ലെങ്കിൽ എന്നെ പോലെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ ബിസിനസ്സിൽ എത്തിക്സ് കീപ്പ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ലാഭം കിട്ടുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ കൂടുതൽ പറഞ്ഞു വിടാണ്ട് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, വളരെ കൃത്യമായിട്ട് കുട്ടികൾ പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങുന്ന സമയം മുതൽ അവിടെ എത്തി നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈവൻ അതിന് ശേഷം പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾക്കായാലും അത് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴായാലും നമ്മൾ എപ്പോഴും ഒരു റാപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ എപ്പോഴും ഫോളോ അപ്പ് നമ്മൾ എപ്പോഴും അവരുടെ ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ കുഴപ്പമില്ലാത്തൊരു പേര് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പിള്ളേരെയാണ് ശരിക്കും സ്റ്റഡി അബ്രോഡ്? ഒരുപാട് കുട്ടികൾ വിട്ടിട്ടുണ്ട്. എണ്ണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുട്ടികൾ വിട്ടിട്ടുണ്ട്. ഒരു 100+, 500+. വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡ് ഉണ്ട്. അപ്പോൾ 100% എന്തായാലും കുട്ടികൾ വിട്ടിട്ടുണ്ട്. അതൊരു വലിയൊരു ഹ്യൂജ് നമ്പറാണ്. ഒരിക്കലും നമ്മൾ അതിനെ അല്ല, പക്ഷെ ആസ് എ ബിസിനസ് സ്റ്റാർട്ട് ബിഗിൻ വിത്ത് ഓൾമോസ്റ്റ് 3 years അല്ലായിട്ടുള്ളൂ. 2 years കഴിഞ്ഞിട്ടുള്ളൂ. ആ 2 yearsനുള്ളിൽ തന്നെ 100+ സ്റ്റുഡൻസിനെ അവിടെ സ്റ്റഡി അബ്രോഡിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻസ് ഒരു ബാക്ക് ആയിട്ടുള്ള ഇല്ലാതെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ട്രൂലി റിമാർക്കബിൾ ടു ബി ഓണസ്റ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുള്ള നിമിഷമാണ്. കാരണം പല കുട്ടികളും പോയിട്ട് അവർ നമ്മളെ വിളിക്കുമ്പോൾ ചേട്ടാ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, നല്ല യൂണിവേഴ്സിറ്റിയാണ്, നല്ല കോഴ്സാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. മോർ ഓവർ ലൈക്ക് യു ആർ സെൻട്രലൈസിങ് സ്റ്റുഡൻസിനെയാണ്, ബിസിനസ് അല്ല നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് എന്തായാലും ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി. ഒത്തിരി സ്റ്റാഫ്സ് ഉണ്ട്. ഇവൻ എൻ്റെ ഫാമിലി, എനിക്ക് നമ്മളെ തന്നെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ബിസിനസ് മാത്രമല്ല അതിലുള്ള കാര്യം. അല്ല, മോർ ലൈക്ക് ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും. മോർ ആ ഒരു കുട്ടിക്ക് എന്താണോ ബേസിക്കലി വേണ്ടത്, ഹി ഓർ ഷീ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഞാനിപ്പോൾ എന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ ബേസിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു എഞ്ചിനീയറാണ്. ഞാനൊരു ബിടെക് ആൻഡ് എംടെക് കഴിഞ്ഞൊരു ആളാണ്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ആ ഫീൽഡാണ്. ഞാനൊരു 6-7 വർഷം കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തൊരു തീരുമാനമാണ് എങ്ങനെ IELTS ഒക്കെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഫീൽഡിലേക്ക്. കാരണം അതും ഒരു എഡ്യൂക്കേഷനാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഉപരി പുറത്തു പോയി പഠിക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു ഭാഗമാകുന്നു, അവരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. മാറാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞുള്ള ഒരു ഹാപ്പിനെസ് അവർ കിട്ടുന്നുണ്ട്. അവർ സക്സസ്ഫുൾ ആയി കാണുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവൻ നല്ലോണം പഠിച്ച് മാർക്ക് മേടിച്ച് ഇവൻ ജോലി കിട്ടി സക്സസ്ഫുൾ ആവണമെന്നാണ്. ഇത് തന്നെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് ഞാനൊരു കുട്ടീനെ നമുക്ക് ഇഷ്ടപ്പെടാം, അവന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കൊടുത്ത് കാരണം എൻ്റെ കൺസൾട്ടൻസിൽ വരുമ്പോൾ നമ്മുടെ കൗൺസിലേഴ്സിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരാൾ ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന കൺട്രിയിലേക്ക് ഫോഴ്സ് ചെയ്യരുത്. അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള കോഴ്സുകളെയും അവരുടെ അഫോർഡബിൾ, ആ വാക്കിനെ ഫാമിലി, അവർക്ക് ഒരിക്കലും ഒരു ബേർഡൻ ഇല്ലാത്ത രീതിയിൽ നല്ല കോഴ്സുകൾ കൊടുത്ത് അവൻ സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് ഉറപ്പും അവനും ഉറപ്പുള്ള ഒരു സംഭവത്തേക്ക്. നിങ്ങളുടെ പേജിൽ കിടക്കുന്ന ടെസ്റ്റിമോണിയൽസ് റിവ്യൂസ് കണ്ടതിന് ഒബ്വിയസ്ലി നമ്മുടെ പേജിൽ കാണാം. ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് നല്ല റിവ്യൂസ് തരുന്നതൊക്കെ ആരെങ്കിലും പറഞ്ഞിടിപ്പിക്കുന്നതല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി അതൊരു പറഞ്ഞിടിപ്പിക്കാൻ ഡെഫിനറ്റ്ലി അവർക്ക് അവർ പറയുന്നതിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അത്യാവശ്യം കോമൺ സെൻസ് ബോധമുള്ള ഒരാളാണ് തീർച്ചയായും മനസ്സിലാവും എന്താണ് പറയുന്നത് ചെയ്യിപ്പിക്കുന്നതല്ല. കാരണം അവർ വളരെ ജെന്യൂൻ ആയിട്ട് പാരന്റ്സിന് എപ്പോഴും പാരന്റ്സിനോട് പറയും നിങ്ങൾ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു. കാരണം നിങ്ങളുടെ ഒരു സ്റ്റുഡന്റിന്റെ എക്സ്പോഷർ മാത്രമല്ല സൈഡിൽ ആളുടെ പേരന്റ് കൂടി നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാഡം സാർ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമാണ്. അതും ലൈക്ക് ചില വീഡിയോസിലൊക്കെ ഒട്ടും പറയാൻ പറ്റാത്ത പേരൻസ്, ലൈക്ക് അത്രയും ഇമോഷണൽ ആയിട്ട് പോകുന്ന പേരൻസിന് വരെ വേണ്ട. എന്നിരുന്നാൽ കൂടെ ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഞാൻ ഒരിക്കലും ആരും എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരും മോശം, ഞാൻ അവരെക്കാളും എന്താ വലിയൊരാളാണെന്ന് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബിസിനസ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ബിസിനസ്. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സായിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷേ ഇറ്റ്സ് മോർ ഓവർ ബിസിനസ് മാത്രമായിട്ട് കാണാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പം നമ്മൾ പല കേസുകളിലും കുട്ടികൾക്ക് കുറേ ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ടാകുന്നത് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, ഇൻസ്റ്റേബിളായ കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചില കേസിൽ നമ്മൾ എന്തെങ്കിലും ഓഫേഴ്സ് ലൈക്ക് സ്കോളർഷിപ്സ് കൂടുതൽ മേടിച്ചൊക്കെ നമ്മൾ പരിശ്രമിക്കും പരമാവധി. ഇനി അതല്ലെങ്കിൽ നമ്മുടേതായ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന അതൊരു തടസ്സമായിട്ട് മേടിക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്ര എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് പുറത്തേക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാം കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ലാപ്ടോപ്സോ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അത് നമ്മളൊരു പബ്ലിസിറ്റി കൈകൊട്ടി ഘോഷിച്ച് ഒരു കൈ കൊടുക്കുന്ന
ഒറ്റയ്ക്ക് അറിയാൻ പാടില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മറ്റുള്ളവർ അറിയിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഓക്കെ ചെയ്യാൻ നമുക്ക് അങ്ങനെ എക്സ്പ്ലോഷർ കൊടുത്തിട്ട് അത് വെച്ച് മാർക്കറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഭംഗിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ റിവ്യൂസ് കൊണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റെഫറൻസ് ഒത്തിരി കുട്ടികൾ. നമ്മളിപ്പോ പലരും പറയും നിങ്ങൾ അങ്കമാലി ബേസ്ഡ് ആണല്ലോ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെറിയ സ്റ്റഡി അബ്രോഡ് അല്ലേ? ഞാൻ പറയും തീർച്ചയായിട്ടും ഞങ്ങൾ അങ്കമാലി മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. പക്ഷെ ഞങ്ങൾ ബഡിങ് സ്റ്റേജ് ആണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ ഞങ്ങൾ പല സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യില്ല എന്നല്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കാരണം കുട്ടികൾക്ക് പല പ്രാവശ്യം വന്നുകൊണ്ട് ആവശ്യമൊന്നുമില്ല സ്റ്റഡി അബ്രോഡ്. ഇപ്പൊ എല്ലാം ഓവർ ഫോൺ, നമുക്ക് വാട്സാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലേക്ക് മെയിൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വെർച്വൽ മീറ്റിംഗ് ഗൂഗിൾ മീറ്റ് വഴിക്കൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് പല കുട്ടികളും കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും കോട്ടയം സൈഡിൽ നിന്നൊക്കെ കുട്ടികൾ പോയിട്ടുണ്ട്. കൊല്ലം അങ്ങനെയൊക്കെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ നാട്ടിൽ നിന്ന് പറയുന്നത് എറണാകുളം ഒഴിച്ച് ജില്ലയിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂർ, എറണാകുളം എല്ലാ ജില്ലകളിൽ നിന്ന് കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വന്നത് അവർ കേട്ടറിഞ്ഞ് വന്നാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ആകെ ഞാൻ പറയും, നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ കാരണം ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കാണണം. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ വരണ്ട, വിസ സമയത്തൊന്നും വരിക, ഡോക്യുമെന്റേഷൻ കാര്യം ചെയ്യുന്ന സമയത്തൊന്നും വന്ന്. വരാത്ത കേസുണ്ട്, ചില കുട്ടികൾ വരാത്തുണ്ട്. പക്ഷെ അതൊരു വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം കിട്ടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പോയി നമ്മൾ കൊടുത്ത പ്രോപ്പർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമല്ല, എന്റെ ടീം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഒരാൾക്കും കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു ടീം വർക്ക് വേണം. എന്റെ ടീമിൽ എല്ലാവരും എന്നോട് നിന്നുകൊണ്ട്, എന്റെ കൂടെ ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ കൊളീഗ്സ് വർക്ക് ചെയ്യുന്നവരെല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്ത് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ അവർ സക്സസ്ഫുൾ ആക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്റ്റഡി അബ്രോഡ് ബിസിനസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിസിനസ്. ആ ചോദ്യത്തിന് ഉത്തരം ബിസിനസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിസിനസ്. പക്ഷെ അതിനുള്ള എത്തിക്സ് കീപ്പ് ചെയ്യുക, അതിനുള്ള കുട്ടികളെ നമ്മൾ റൈറ്റ് ആയിട്ട് അവരുടെ ഒരു ഫ്യൂച്ചർ സേഫ് നമ്മുടെ കൈകളിലേക്കാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുത്താൽ അവരുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ പേഴ്സണൽ സജഷൻ. ഇത് ആരെയും എന്താ പറയാ മോശക്കാരൊന്നല്ല. എന്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇങ്ങനെ പോവുകയുള്ളൂ.